Hello guys, this is Haynes and welcome back to Freak Jesus Vlogs. Good morning. ലിറ്ററലി ഗുഡ് മോർണിംഗ് ആണ് രാവിലെ എണീറ്റതേ ഉള്ളൂ ഗൈസ്. രാവിലെ എണീറ്റതും ഒന്ന് രണ്ട് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടു. 24 എന്ന ചാനലിൽ നടന്ന തമ്മിൽ അങ്ങനെ എന്തോ ഒരു പരിപാടിയിൽ സന്തോഷ് പണ്ഡിത്തും പിന്നെ നമ്മുടെ സീക്രട്ട് ഏജൻറ്റും ഒക്കെ ഏറ്റുമുട്ടുന്ന ഒരു വീഡിയോ കണ്ടു പെട്ടെന്ന്. അപ്പം ആ വീഡിയോ കണ്ടപ്പം രാവിലെ എണീറ്റ് അങ്ങനെ ഇരുന്ന് പല്ല് പോലും തേച്ചിട്ടില്ല. പെട്ടെന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചു, അങ്ങനെ വന്നതാണ്. മറ്റൊന്നുമില്ല ഗൈസ്. അതിനകത്ത് സന്തോഷ് പണ്ഡിറ്റ് ഈ യൂട്യൂബേഴ്സിന് അല്ലെങ്കിൽ യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോസ് ഇടുന്ന ആൾക്കാരും അങ്ങനത്തെ കണ്ടൻറ്റ്സ് ഇടുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. മൂന്നാംകിട ചാനലുകാർ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് സന്തോഷ് പണ്ഡിത്തിൻ്റെ വർക്ക്, അതായത് സന്തോഷ് പണ്ഡിത്തിൻ്റെ മൂവീസ്, സന്തോഷ് പണ്ഡിത്ത് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് വിമർശിക്കുന്നുണ്ട്. അയാളുടെ മൂവീസിനെ കുറിച്ച് അത് കണ്ടൻ്റ് ആണെന്നും. ഈ സീക്രട്ട് ഏജൻറ്റ് മാത്രമല്ല, വേറെ ആൾക്കാരവിടെ ഉണ്ട്. അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ അവർ ചെയ്യുന്ന വർക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ്. ഞാനിത് ആരെയും പക്ഷം പറയാനോ ഒന്നും വന്നതല്ല. കേട്ടപ്പോൾ കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നി. കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന ആളുകളെല്ലാവരും മീഡിയയിലുള്ള ആളുകളാണ്. അപ്പം ഫ്രം മൈ പെർസ്പെക്റ്റീവ് എനിക്ക് കേട്ടപ്പോൾ തോന്നിയ കാര്യം എന്ന് വെച്ചാൽ എന്തിനാണ് ആളുകൾ തമ്മിൽ ചെളിവാരി തേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ രണ്ട് കൂട്ടരും ചെയ്യുന്ന അവരുടെ ലൈൻ ഓഫ് വർക്കാണ്. അപ്പം അത് രണ്ടും ഡിഫറെൻ്റ് ആണ് എങ്കിൽ രണ്ടും സെയിമാണ്. കാര്യം എന്ന് വെച്ചാൽ രണ്ടുപേരും ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ്. അത് രണ്ടുപേരുടേതായ രീതിയിൽ ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഒരാൾ വേറെ ആളുടെ വീഡിയോസ് അല്ലെങ്കിൽ വേറെ ആളുടെ വർക്ക് എടുത്തിട്ട് അത് റിയാക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല അത് അതൊരു ഉഡായിപ്പാണെന്നോ അല്ലെങ്കിൽ അത് തെറ്റായ ഇല്ലീഗലായിട്ടുള്ള ഒരു പരിപാടിയാണെന്നോ അത് ഒരു എളുപ്പപ്പണിയാണെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അതൊരു ഇല്ലീഗലായിട്ടുള്ള കാര്യം ആകുന്നത് എപ്പോഴാണ്? ഈ പറയുന്ന പോലെ നമ്മൾ അവരുടെ പേഴ്സണൽ ലൈഫിലോട്ട് കയറി അവരെ അധിക്ഷേപിക്കുമ്പോഴാണ് അത് ഇല്ലീഗലായി മാറുന്നത്. നമ്മൾ അവരുടെ പേഴ്സണൽ ലൈഫിൽ അല്ലെങ്കിൽ നമ്മൾ ഇല്ലാത്ത കാര്യം പറയുമ്പോഴൊക്കെയാണ് അത് തെറ്റായ ഒരു രീതിയിലോട്ട് പോകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം സീക്രട്ട് ഏജൻറ്റ് എന്ന് പറഞ്ഞ ആൾ ഞാൻ അധികം ഫോളോ ചെയ്തിട്ടില്ല. പുള്ളിയുടെ വീഡിയോസ് അധികം അങ്ങനെ കാണാറൊന്നുമില്ല. കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതിൽ എല്ലാത്തിലും ഞാൻ ഓരോ വീഡിയോസിൽ അയാൾ പറയുന്ന കാര്യത്തിൽ എല്ലാത്തിനോട് യോജിക്കുന്നു എന്നൊന്നും പറയുന്നില്ല. പുള്ളിയുടെ രീതിയിൽ വീഡിയോ ചെയ്യുന്നു, പുള്ളിയുടെ രീതിയിൽ റിയാക്ട് ചെയ്യുന്നു. അപ്പം പുള്ളിയുടെ ഒപ്പീനിയനാണ്, പുള്ളിയുടെ റിവ്യൂസാണ്. അപ്പം അത് നമ്മൾ കാണുക, ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടുക, അക്സെപ്റ്റ് ചെയ്യുന്നവർ അക്സെപ്റ്റ് ചെയ്യുക, താല്പര്യമില്ലാത്തവർ അത് മാറ്റിയിട്ട് പോവുക, അത്രേ ഉള്ളൂ. കാണാതിരിക്കുക. ഒട്ടും താല്പര്യമില്ല, പുള്ളിയുടെ ചിന്താഗതിയോട് യോജിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പുള്ളിയുടെ വീഡിയോസ് കാണാതിരിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതുപോലൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലീഗലാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉഡായിപ്പാണ്, മൂന്നാംകിട ചാനൽ എന്ന് വരെ സന്തോഷ് പണ്ഡിത്ത് അത് വിശേഷിപ്പിച്ചു. അതൊക്കെ തെറ്റായൊരു പ്രയോഗമാണ്. അതൊക്കെ ഒരു മണ്ടത്തരമാണ് പറയണം. അതൊക്കെ വെറും ഊളത്തനമാണ്. അപ്പോൾ അതേപോലെ തന്നെ തിരിച്ചും ഇപ്പോൾ സന്തോഷ് പണ്ഡിത്ത് എന്ന വ്യക്തി പടം പിടിക്കുന്നു, അയാൾ സ്വന്തമായിട്ട് അഭിനയിക്കുന്നു, പാട്ട് പാടുന്നു, ഡയറക്റ്റ് ചെയ്യുന്നു, എന്തൊക്കെ ചെയ്യുന്നു എനിക്കറിഞ്ഞൂടാ. എല്ലാം ചെയ്യുന്നു, ശരിയാണ്. ചില ആളുകളുടെ കണ്ണിൽ പുള്ളി കോമാളിയായിരിക്കും, ചില ആളുകളുടെ കണ്ണിൽ പുള്ളി എനിക്കറിഞ്ഞൂടാ. ഞാൻ കേട്ടിട്ടുള്ള മിക്ക ആളുകളുടെ കണ്ണിലും പുള്ളി കോമാളിയായിരിക്കും. പക്ഷേ എന്താണ് അതല്ല ഇവിടുത്തെ പോയിന്റ്. അപ്പം അയാൾ ചെയ്യുന്ന അയാളുടെ ലൈൻ ഓഫ് വർക്കാണ്. അപ്പം അയാൾ എന്താണ് ചെയ്യുന്നതെങ്കിലും അയാളുടെ സിനിമ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അയാളുടെ വർക്ക് എങ്ങനെയാണെന്നുണ്ടെങ്കിലും അത് പുള്ളിയുടേതായ രീതിയിൽ ചെയ്യുന്നതാണ്. അത് ആളുകളുടെ കണ്ണിൽ പൊടി വാരി ഇടാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം, ഇപ്പോൾ അതിനകത്ത് പറഞ്ഞ പോലെ മനഃപൂർവ്വം ചെയ്യുന്നതാണെങ്കിൽ അത് പുള്ളിയുടെ കഴിവാണ്. ഇനി അതല്ല ജെന്യുവനായിട്ട് ചെയ്യുന്നതാണെങ്കിൽ അതും പുള്ളിയുടെ കഴിവാണ്. അപ്പം നമുക്ക് കാണണമെങ്കിൽ കാണുക. തിയേറ്ററിൽ പോയി കാണുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, പോയി കാണാൻ താല്പര്യമില്ലെങ്കിൽ കാണാൻ താല്പര്യമില്ല. കളിയാക്കാൻ വേണ്ടി മാത്രം പുള്ളിയുടെ പടം പോയി കാണുന്ന ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം അങ്ങനെ ആയിരിക്കും. പക്ഷേ അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ ആണെങ്കിലും പുള്ളി ഹീസ് മേക്കിംഗ് മണി ഔട്ട് ഓഫ് ഇറ്റ്, അല്ലേ? അപ്പോൾ അതും പുള്ളിയുടെ ലൈൻ ഓഫ് വർക്കാണ്.
അത് നമുക്ക് ഇതുപോലെ ഇരുന്ന് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിന്ന് നമുക്കിങ്ങനെ ഇൻസൾട്ട് ചെയ്ത് പറയേണ്ട ഒരു ആവശ്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ ഗൈസ്. ഈ പറയുന്ന രണ്ട് പക്ഷം ആളുകളും അവരുടേതായിട്ടുള്ള രീതിയിൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ കണ്ടൻറ്റ് രണ്ടും കണ്ടൻറ്റ്സാണ്. ബോത്ത് ആർ കണ്ടൻറ്റ്സ്, ഓൾ ദീസ് ആർ കണ്ടൻറ്റ്സ്. അൺലെസ് ആൻഡ് അൺടിൽ നമ്മൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇതുപോലെ വന്നിരുന്ന് പച്ചയായ അസഭ്യം, തെറി, ചീത്ത പറയുക, അസഭ്യം പറയുക, മറ്റുള്ള ആളുകളുടെ ലൈഫിനെ കുറിച്ച് തെറ്റായ കാര്യങ്ങൾ ഇൻ ഡെപ്ത് പറയുക, അതൊക്കെ വരുമ്പോഴാണ് സീൻ കോൺട്രയാകുന്നത്. അപ്പോൾ അത് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതിവിടെ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഇഷ്ടംപോലെ, ഞാൻ അതിലോട്ട് പോകുന്നില്ല. പക്ഷേ ഈ ഒരു വിഷയം വെച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗൈസ്, നമ്മൾ ഇത് ഭയങ്കര ബാലിഷ്യമായിട്ടുള്ള ഒരു എന്താ പറയുക ഡിബേറ്റാണ് നടന്നത്. കാര്യം എന്ന് വെച്ചാൽ അവരത് ചിന്തിക്കണമായിരുന്നു. ഇപ്പോൾ ഇത് സംഭവം പറഞ്ഞ് ആ ഒരു ഹീറ്റിൻ്റെ മുകളിൽ കയറി സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമായതുപോലെയാണ് തോന്നിയത്. പക്ഷെ എന്താണെങ്കിലും രണ്ടുപേരും മീഡിയയിൽ ഇതുപോലെ എൻ്റർടൈൻമെൻറ്റ് വേൾഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടേതായ രീതിയിലുള്ള കണ്ടൻറ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്ത് നമ്മളതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ നമ്മളെന്താ അത് കണ്ടില്ലെന്നടിച്ച് മുന്നോട്ട് പോകുക. അവരവരുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനെ സ്വന്തമായ വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുക. അല്ലാതെ ബാക്കിയുള്ളവൻ്റെ വർക്ക് കൊള്ളൂല, അത് തെറ്റാണെന്ന് പറയാൻ നമുക്ക് യാതൊരു അവകാശമില്ല, അൺലെസ് ആൻഡ് അൺടിൽ ഇറ്റ് ഇസ് ഡൺ ഇൻ എ റോങ് വേ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സന്തോഷ് പണ്ഡിറ്റിനടുത്ത് പറയാനുള്ളത്, ഈ മൂന്നാംകിട ചാനലുകൾ എന്നുള്ള പ്രയോഗം ഒക്കെ ഉപയോഗിക്കുമ്പം നമ്മളെന്താ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ചിന്തിക്കണം. ഈ മറ്റേ കോഴി കറുത്തയാണെന്നും പറഞ്ഞ് കോഴിയുടെ മുട്ട ആവണമെന്നില്ലെന്നും തോന്നുന്നു, പശു കറുത്തയാണെന്ന് പറഞ്ഞ് പശുവിൻ്റെ പാല് കറുത്താവണില്ല, എന്തൊക്കെയോ പുള്ളി പറയുള്ളൂ പുള്ളിയുടെ സിനിമകളിൽ. അമ്മാതിരി വേൾഡ് ഊളത്തിനൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. പക്ഷെ എന്നിട്ട് ആൾക്കാർ പോയി കാണുന്നുണ്ട്. അപ്പം ആരാ മണ്ടന്മാർ? അത്രേ ഉള്ളൂ. പുള്ളിയുടെ വേ ഓഫ് മേക്കിംഗ് കണ്ടൻറ്റ് അല്ലെങ്കിൽ വേ ഓഫ് ഡൂയിങ് ഹിസ് ഫിലിംസ് വാട്ട് എവർ ഇറ്റ് ഈസ്, അത് അക്സെപ്റ്റബിളാണ്, അത് പുള്ളിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ ആരും പുള്ളിയെ ചോദ്യം ചെയ്യാൻ വരുന്നില്ല. ഓക്കെ. അപ്പം അതേപോലെ തന്നെ സീക്രട്ട് ഏജൻറ്റ് അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ വണ്ടിക്കകത്തിരുന്ന് എന്തൊക്കെ പറയുന്നു, അതിനകത്ത് എന്തൊക്കെ അപരാധങ്ങളുണ്ട്, ആരൊക്കെ അതിനോട് എന്തുവാണ് അഗെയിൻസ്റ്റാണ്, നിങ്ങളുടെ ഓരോ ചില പോയിൻറ്റ്സൊക്കെ കേൾക്കുമ്പം ലോക മണ്ടത്തനമാണ് പറയണത്. അപ്പം എന്നും പറഞ്ഞ് ഞാനൊരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല ഇവൻ പറയണ മണ്ടത്തനത്തിന് എതിര് നിൽക്കണം അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യണം. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ അത് അയാളുടെ പോയിൻ്റ് ഓഫ് വ്യൂ ആണ്. ഇറ്റ്സ് ഹിസ് പോയിൻ്റ് ഓഫ് വ്യൂ, ഇറ്റ്സ് ഹിസ് റിവ്യൂ. അപ്പം നമ്മളതിനെ ആ രീതിയിൽ കേട്ടിട്ട് നമുക്ക് അതിന് വിയോജിപ്പുണ്ടെന്നുണ്ടെങ്കിൽ കേട്ടിട്ടത് കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ട് പോവുക. എന്നിട്ട് നമ്മുടെ പണി നോക്കി പോവുക. പിന്നെ അപരാധത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് വശത്തുമുണ്ട്. അതായത് നമ്മുടെ സന്തോഷ് പണ്ഡിത്താണെങ്കിൽ എന്താ പറയുക, ഈ നമ്മുടെ ബാലയ്യ തോറ്റുപോണ അപരാധമാണ് പുള്ളി സിനിമകളിൽ കാണിക്കുന്നത്. അതും കാണിച്ചുകൊണ്ടാണ് പുള്ളിയുടെ സിനിമകൾ ഓടിക്കുന്നത്. പിന്നെ അപ്പുറത്ത് നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് സായിയുടെ കാര്യം പറയാനാണെങ്കിൽ നമ്മുടെ ഉണ്ണി മുകുന്ദനെ വിറ്റ് കാശാക്കി ബസുമതി അരി വാങ്ങിച്ച് വീട്ടിൽ ഇരുന്ന് ബിരിയാണി വെച്ച ടീംസാണ്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. അപരാധത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് പക്ഷത്തുമുണ്ട്. അപ്പം പക്ഷേ അത് ഞാൻ പറയണമെന്ന് വെച്ചാൽ ദാറ്റ് ഇസ് ഫൈൻ, ദാറ്റ് ഇസ് ഓക്കെ. ഇപ്പം കുറച്ചൊക്കെ അപരാധം ഉണ്ടെങ്കിലല്ലേ ആളുകൾ ശ്രദ്ധിക്കൂ എന്നുള്ളൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് അതൊക്കെ ചെയ്യാം, അൺലെസ് ആൻഡ് അൺടിൽ ഇറ്റ് ഇസ് നോട്ട് ഹേർട്ടിങ് അനദർ പേഴ്സൺ. എന്താ പറയുക, ഒരു എത്തിക്കലല്ലാത്തൊരു രീതിയിലോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമല്ല. അപ്പം എന്ത് അപരാധം വേണമെങ്കിൽ കാണിച്ചോളൂ. ഈ രണ്ട് ആളുകളും, ഈ പറയുന്ന പർട്ടിക്കുലർ രണ്ട് ആളുകളും കാണിക്കുന്ന നല്ല ഒന്നാന്തരം കാട്ടപരാധമാണ്. മനസ്സിലായില്ലേ? അത് ഇത് കേൾക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം. പക്ഷേ അത് ക്രിയേറ്റ് ചെയ്യടേ, കാശുണ്ടാക്കടേ, അത്രേ ഉള്ളൂ. അതിൽ വലിയ കാര്യമൊന്നുമില്ല. അല്ലാണ്ട് ഈ ചുമ്മാ തമ്മി മറ്റേ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് അത്രേ ഉള്ളൂ. ഈ സ്വന്തമായിട്ട് എന്തുവാണ് ചെയ്യുന്നതെന്ന് ഒരു ബോധമില്ലാത്തതുകൊണ്ടാണ് അപ്പുറത്തവൻ ചെയ്യുന്നതിനെ കുറിച്ച് കളിയാക്കുന്നത്. മനസ്സിലായില്ലേ? ലോക കോമാളിയായിരിക്കും മറ്റവനെ കോമാളി എന്ന് വിളിക്കുന്നത്. ഞാൻ ഇവരുടെ കാര്യമല്ല പൊതുവെ പറഞ്ഞാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു കോമഡി നടന്നു. നമ്മുടെ സായി അണ്ണൻ 24 ചാനലിൽ വന്നിരുന്നിട്ട് ചാനലിന് പുതിയ പേരൊക്കെ ഇട്ട് കൊടുത്തു.
ഇത് 24/7 എന്നൊക്കെ എൻ്റെ അമ്മേ. എന്തൊക്കെ കോമഡികളാണെന്നോ. ഇപ്പോൾ കോമഡിക്ക് ഒരു കുറവുമില്ല, മനസ്സിലല്ലേ? പുള്ളി ഇങ്ങനെ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പറഞ്ഞു വന്ന ഫ്ലോയിൽ. അപ്പം അതുകൊണ്ട് ഈ ചാനൽ 24/7 വന്നിരിക്കേണ്ട ഒരാവശ്യമില്ല, 24 വന്നിരുന്നാണ് പറയുന്നത്. അപ്പോൾ പുതിയ പേരൊക്കെ കൊടുക്കുകയാണ്. അത്രേ ഉള്ളൂ ഗൈസ്. ഇത് നിസ്സാരമായ കാര്യമാണ്, അല്ലാതെ ഇതിനകത്ത് പോയിരുന്ന് താജ്മഹൽ പണിയേണ്ട ഒരു ആവശ്യവുമില്ല. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. രാവിലെ ഉറക്കം എണീറ്റതും ഞാനിത് കണ്ടു. കാരണം ഇപ്പോൾ കുറേ വീഡിയോസ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പയ്യൻ, നമ്മുടെ സഞ്ജയ്, നമ്മുടെ ട്വിൻസിലെ സഞ്ജയ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോൾ കണ്ടു. അപ്പോൾ കുറേ വീഡിയോസ് കാണുന്നുണ്ട് ഇപ്പോൾ ഈ അടുത്ത് ഈ ഒരു സംഭവത്തിൻ്റെ. അപ്പോൾ ഇതൊന്നും ഇത്ര വലിയ സംഭവമല്ല ഗൈസ്. ഈ ഒരേ ഒരു ലൈൻ ഓഫ് വർക്ക് ചെയ്യുന്ന ആളുകൾ തമ്മിൽ ഇങ്ങനെ ചെളിവാരി തീക്കുന്നത് ഒരു നല്ല പ്രവണത അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വ്ളോഗ് അവസാനിപ്പിക്കുന്നു ഗൈസ്. അപ്പം ഒന്നും കൂടെ ഗുഡ് മോർണിംഗ് ആൻഡ് നമുക്കിനി വേറൊരു വ്ളോഗിൽ കാണാം. ഓക്കെ, ഞാൻ 1-2 വ്ളോഗ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം തിരിച്ച് വരാം. അപ്പോൾ ഓക്കെ, അപ്പം ചെളിവാരിൽ തേക്കൽസ് നിർത്തു. അവനവൻ്റെ പണി നല്ല വൃത്തിക്ക് ചെയ്യൂ, നല്ല വെടിപ്പായിട്ട് ചെയ്യൂ ഗൈസ്. കാണാം. ടാറ്റ, ബൈ ബൈ.